നീർനിലങ്ങളിൽ അടിമയാരുടമയാര്, നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ചതെത്ര പേർ, മുതുകൂന്നി തലകൾ താണുമിനിയും എത്ര നാള്. വേടന്റെ ആദ്യത്തെ ആൽബമാണ് വോയിസ് ഓഫ് വോയിസ്ലെസ്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദം. അത് മനസ്സിന്റെ അകത്തുനിന്ന് വന്ന കത്തുന്ന വരികളാണ്, പൊള്ളുന്ന കൂരമ്പുകളാണ്. യൂട്യൂബിൽ കിടപ്പുണ്ട്, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണോട്ടോ. 4 വർഷം മുമ്പ് ഇറങ്ങിയതാണ്. 2020 ഇറങ്ങിയ വീഡിയോ ആണ്. ഇപ്പൊ 5 വർഷമാകുന്നു. 2025 ആകുമ്പോൾ 5 വർഷമാകുന്നു. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അത്രയേറെ കാതലുള്ള വരികളാണ്. വേടൻ എന്ന ആ റാപ്പർ സത്യത്തിൽ ഒരു കവിയാണെന്ന് ആ വീഡിയോയിൽ ആ ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. വോയിസ് ഓഫ് വോയിസ്ലെസ്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദം. ശബ്ദമില്ലാത്ത മനുഷ്യർ ഇവിടെ നൂറ്റാണ്ടുകളായി അടിമപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കണം. ആ മനുഷ്യരുടെ വേദന, രോദനം, കണ്ണീര് ഒക്കെ കൃത്യമായിട്ട് ഈ വരികളിൽ കൊണ്ടുവരാനായിട്ട് ആ യുവാവിന് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ആ വീഡിയോ കണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 12 മില്യൺ വ്യൂസ് ആണ് ആ വീഡിയോക്ക് കിട്ടിയിരിക്കുന്നത്. 3 മിനിറ്റുള്ള വീഡിയോ 3 നൂറ്റാണ്ടിന്റെ പ്രതികാര കഥയാണ് പറഞ്ഞിരിക്കുന്നത്. ആ പാട്ട് 360K ലൈക്കാണ് ആ വീഡിയോക്ക് കിട്ടിയിരിക്കുന്നത്. അത്രയേറെ എന്താ പറയാ, അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. 2020 ഈ വീഡിയോ പുറത്തിറങ്ങുമ്പോൾ ഒരു പക്ഷേ വേടനെ ചൊറിയുന്ന, വേടനെ കുറ്റം പറയുന്ന, വേടനെ പരിഹസിക്കുന്ന ആളുകളൊന്നും ഈ വീഡിയോ കണ്ടിരിക്കാൻ വഴിയില്ല. ഇപ്പൊ വേടൻ ഒന്ന് ഹിറ്റായി മാറി, ഒന്ന് ഫേമസ് ആയപ്പോഴാണ് അവരൊക്കെ ഈ പാട്ടിന് പിന്നാലെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്ന് വേടൻ അത് പറയുന്നു, ഇത് പറയുന്നു, വേടൻ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നു എന്ന തരത്തിലുള്ള ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇപ്പോഴാണ് ബോധോദയം ഉണ്ടായത്. ഇങ്ങനെ വേടൻ ഈ തരത്തിൽ ഞങ്ങൾ ആക്രമിക്കുന്നു. പക്ഷെ സത്യത്തിൽ വേടൻ ആരെയും ആക്രമിക്കുന്നില്ല. നമ്മുടെ കാലം, നമ്മുടെ നാട്, നമ്മുടെ പിന്നിലേക്ക് മറഞ്ഞുപോയ ആ ചരിത്രത്തിൽ അനുഭവിക്കപ്പെട്ട വേദനയുടെ സത്യത്തിന്റെ ഒക്കെ ഒരു പൊരുളാണ് വേടൻ ഇവിടെ പാട്ടായിട്ട് പാടിയിരിക്കുന്നത്. അത് മനസ്സിലാക്കൂ. ഇവിടെ ഒന്നും കെട്ടിച്ചമയ്ക്കുന്നില്ല, ആരും ഇവിടെ കള്ളം പറയുന്നില്ല. അപ്പൊ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വോയിസ് ഓഫ് വോയിസ്ലെസ്സിൽ ആ വരികളെ കുറിച്ച് ഒന്ന് വിശകലനം ചെയ്തു പോവുകയാണ്. അത് കൂടുതലായിട്ട് വിശകലനം ചെയ്യേണ്ട കാര്യമില്ല, അത് ഒറ്റ നോട്ടത്തിൽ പറയാൻ സാധിക്കും. അത് അടിച്ചമർത്തപ്പെട്ടവന്റെ വേദനയാണ് ആ പാട്ട് പറയുന്നത്. അടിച്ചമർത്തപ്പെട്ടവന്റെ രോക്ഷമാണ് ആ പാട്ട് പറയുന്നത്. പ്രതികാരമാണ് പറയുന്നത്. അവന്റെ ഉള്ളിലുള്ള നീറ്റലാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ വരികളൊന്ന് നോക്കി പോകാം. അതിന്റെ വരികളിൽ തുടക്കം: നീർനിലങ്ങളിൽ അടിമയാരുടമയാര്, നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ചതെത്ര പേർ, മുതുകൂന്നി തലകൾ താണുമിനിയും എത്ര നാള്. അത്രയേറെ അടിമപ്പെട്ട് ജീവിതത്തിൽ സ്വന്തം ഭൂമി പോലും ഇല്ലാതായി പോകുന്ന അവസ്ഥ. അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ആരുമല്ലാത്തൊരവസ്ഥയിൽ എന്തൊക്കെയോ മറ്റുള്ള മേലാളന്മാര്, പ്രമാണിമാരൊക്കെ അവനെ ഒരു തെരുവ് നായയുടെ വില പോലും കൽപ്പിക്കാതെ അടിച്ചമർത്തി വെച്ചിരിക്കുന്നു. ആ ഒരു വരികളാണ്, വേദനയാണ് പറഞ്ഞു പോകുന്നത്. നീ പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വെറുപ്പ്, പണിയെടുത്തുമേനി വെയിൽ കൊണ്ടേ കറുപ്പ്, നിന്റെ ചാളയിൽ എരിയുന്നില്ല അടുപ്പ്, പിഞ്ചു കുഞ്ഞവളിൻ രാവയറിൻ കിടപ്പ്. പണിയെടുത്തുമേനി വെയിൽ കൊണ്ടേ കറുപ്പ്, നീ പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വെറുപ്പ്, പണിയെടുത്തുമേനി വെയിൽ കൊണ്ടേ കറുപ്പ്. അതായത് നീ പിറന്ന മണ്ണില് നിന്നെ കാണുന്നത് പോലും അറുപ്പായി മാറിയിരിക്കുന്നു, അല്ലെ? സമൂഹം അങ്ങനെ അടിച്ചമർത്തപ്പെട്ട, ചാപ്പകുത്തി തല തകർത്ത് വെച്ച മനുഷ്യർ ജീവിച്ച മണ്ണാണ് ഈ മണ്ണ്. അപ്പൊ ആ മനുഷ്യരുടെ വേദനയാണ്, ആ മനുഷ്യന്റെ ഉള്ളിലുള്ള വിഷമമാണ് വേടന്റെ വരികളിലൂടെ നമ്മൾ കാണുന്നത്. ഇനി അടുത്ത വരി നമ്മൾ നോക്കേണ്ട. അടുത്ത വരി നമുക്ക് ഇങ്ങനെ പാടിപ്പോകാം. രാത്രി പകലാക്കി പണിയെടുത്ത് നടുകുടിഞ്ഞ്, ചോര നീരാക്കി നീര് മുഴുവൻ മറ്റി വാർന്ന്, നാട് നഗരമാക്കി കൂടാരമാക്കി, മണ്ണ് പൊന്നാക്കി പൊന്ന് നിനക്കന്യമാക്കി. ഈ വരികളിലെ ഒരു ആശയം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, പൊന്ന് നിനക്കന്യമാക്കി, ആ ലാസ്റ്റ് വരി തന്നെ എടുക്കാം. അതായത് ഇവിടെ കല്ലുമാലകൾ ധരിക്കേണ്ടി വന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ടായിരുന്നു. കല്ലുമാലകൾ മാത്രം ധരിക്കാൻ പാടുള്ളൂ, പൊന്നൊന്നും ധരിക്കാനുള്ള അവകാശമില്ലാതെ കല്ല് വെച്ച് ഇങ്ങനെ മണ്ണ് കുഴച്ച് കോർത്തുണ്ടാക്കിയ മാലകളും കമ്മലുകളൊക്കെ ധരിക്കേണ്ടി വന്ന മനുഷ്യൻ, മാറുമറയ്ക്കാതെ ജീവിക്കാനായിട്ട് ഇങ്ങനെ പുഴുക്കളെ പോലെ, അഴുക്കിൽ വീണ പുഴുക്കളെ പോലെ ഗതിയില്ലാതെ പരവേശത്തോടുകൂടി ഇങ്ങനെ അലഞ്ഞ മനുഷ്യരുണ്ടായ ഭൂമിയാണിത്. ആ ഭൂമിയിൽ ആ മനുഷ്യരുടെ വേദന അവരെ അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നിസ്സാരമായിട്ടൊരു തൂലിക കൊണ്ട് ഒരു പേപ്പറിൽ കുറിച്ചിടാൻ പറ്റില്ല. അത് അത്രയേറെ ആഴമുള്ള വേദന തന്നെയാണ്. ഒരു കടലോളമുള്ള ആഴം ആ വേദനകൾക്ക് ഉണ്ട്. അപ്പൊ ആ വരികളാണ് ഇവിടെ വേടൻ എഴുതി ചേർത്തിരിക്കുന്നത്. അത് സൂപ്പറായിട്ടുണ്ട്. അത്രയേറെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറുത്തവന്റെ അല്ലെങ്കിൽ ഒരു അടിമപ്പെട്ടവന്റെ, അരികിൽ മാറ്റി നിർത്തപ്പെട്ടവന്റെ ഒക്കെ
ഉള്ളിലുള്ള സങ്കടത്തിന്റെ ആ ഒരു കുത്തൊഴുക്കുണ്ടല്ലോ, അതാണ് തീർച്ചയായിട്ടും ഈ പാട്ടിനെ മുഴുവനായിട്ടും അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അവന്റെ ഉള്ളിലുള്ള പകയും ദേഷ്യവും വിഷമവും സങ്കടവും ഒക്കെ മുഴുവനായിട്ട് എഴുതി ചേർത്തിരിക്കുകയാണ് വരികളിലൂടെ. ബാക്കി വരികള്: പൊന്നു കേട്ടവൻ പിടഞ്ഞു വീണ് ചോര തൊപ്പി, നീതി കേട്ടവൻ ഇരുട്ടറയിൽ തല തപ്പി, പൊന്നും നീതിയും വിളിച്ചെടുത്ത ഭൂമിയും വിളിച്ചു കേണ സ്വാമിയും വെളിച്ചമുള്ള ഭാവിയും നീ നേടിയില്ല എങ്കിലും നീ വാടിയില്ല, അഗ്നിയിൽ കുരുത്ത് കണ്ണീരാഴിയിൽ കുളിച്ചതുണ്ട്, മണ്ണിനായി കൊതിച്ച് മണ്ണ് നിന്നെ ചതിച്ച്, പിന്നിൽ ആരോ കളിച്ച്, നീതി പണ്ടേ മരിച്ച് പണ്ടേ മരിച്ച് പണ്ടേ മരിച്ച്. നീതി പണ്ടേ മരിച്ചിരിക്കുന്നു, നീതിയില്ല. താഴത്തെ തട്ടിൽ ജീവിക്കുന്ന മനുഷ്യന് നീതി ആര് കൊടുക്കാനാണ്? ആരും നീതി കൊടുക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവന് നീതിയില്ല, ആ വർഗത്തിന് നീതിയില്ല. നിങ്ങൾ നീതിയില്ലാത്ത വിഭാഗമാണ്. നിങ്ങൾ അവിടെ കിടന്ന് വെന്ത് പുഴുത്ത് ചത്താലും ഒരുത്തനും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വരില്ല എന്നുള്ള ഒരു ധാർഷ്ട്യം, ഒരു അഹങ്കാര ബോധം, ഒരു തലക്കനമൊക്കെ ഉണ്ടായിരുന്നു ഈ ഭൂമിയിലുള്ള മനുഷ്യർക്ക്. അപ്പൊ ആ മനുഷ്യർ ചെയ്തു വെച്ച ചെയ്തികളിൽ വീണടിഞ്ഞു പോയ മനുഷ്യന്റെ വേദനയാണ് ഈ പാട്ടിലൂടെ നമ്മൾ കേൾക്കുന്നത്. ഇനി ബാക്കി വരികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ: കണ്ണിൽ കാണാത്ത ജാതി മത വേർപാട്, യുഗങ്ങളായി തുടങ്ങി ഇനിയും എന്നെ വേട്ടയാട്, അടങ്ങി നിൽക്കുവാൻ അയ്യോ ഞാൻ പെട്ടപാട്, എന്റെ മുതുകിൽ നിന്റെ വഞ്ചനയാൽ ഏറ്റപാട്, ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണേലൊരു മൈരുമില്ല. ഈ വരികളിലാണ് ശരിക്കും പറഞ്ഞ ഇന്നത്തെ സമൂഹം കൂടുതലും ഇങ്ങനെ ധാർഷ്ട്യം കൊള്ളുന്നത്, അല്ലെങ്കിൽ ഒരു വേടനെ ഒരു ഭീകരവാദി ആക്കുന്നതോ, അല്ലെങ്കിൽ ഒരു കടുത്ത തോൽവിയാക്കി മാറ്റുന്നത്, വേടൻ ഒരു സമൂഹത്തിനെ നശിപ്പിക്കുന്നു, ചീത്തയാക്കുന്നു, മോശക്കാരനാക്കുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ സത്യം പറഞ്ഞ ഈ പാട്ട് അർഹിക്കുന്ന വരികളാണ് എഴുതി ചേർത്തിരിക്കുന്നത്. കവിയാണ് അദ്ദേഹം. ആ കവി ഒരു റാപ്പറായി മാറുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ വരികൾ തന്നെയാണ്. കാരണം ജാതി വ്യവസ്ഥയിലൂടെ ആഹാരം പോലും മാറ്റി വയ്ക്കപ്പെട്ട ഒരു കാലഘട്ടമാണ് നമ്മൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണുന്നത്. ആ കാലത്തിന്റെ അത്രയേറെ ദുഃഖം, ആ കാലം ഇന്നും ഒരിടത്തു നിന്നും മാറ്റപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നപ്പെട്ടിട്ടുണ്ട്. ഇന്നും കുറെ മനുഷ്യരുടെ ഒക്കെ പെരുമാറ്റം കാണുമ്പോൾ ആ കാലം ഇപ്പോഴും എവിടെയൊക്കെയോ ഒളിഞ്ഞിരുന്ന് വേദനിപ്പിക്കുന്നുണ്ട്, പിടിമുറുക്കുന്നുണ്ട്, മനുഷ്യരുടെ കുത്തിന് പിടിക്കുന്നുണ്ട്, കൃത്യമായിട്ടും കുത്തിന് പിടിക്കുന്നുണ്ട്. അത് എങ്ങനെയൊക്കെയോ വേദനിപ്പിക്കാൻ നോക്കുമ്പോൾ ആ രീതിയിലൊക്കെ ആ കാലം ഒളിഞ്ഞും തിരിഞ്ഞും ഇങ്ങനെ മാറി മറിഞ്ഞ് നടക്കുന്നുണ്ട്. ഒരു ചെകുത്താൻ കാറ്റ് പോലെ ഇങ്ങനെ മാറി നടക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത്: ഞാൻ പാണലല്ല പറയനല്ല പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണേൽ എനിക്ക് ഒരു തേങ്ങയില്ലടാ എന്നുള്ള. നീ തമ്പുരാനാണെങ്കിൽ തമ്പുരാനായിക്കോ, എനിക്ക് അതിൽ വലിയ സംഭവമൊന്നും ഇല്ല. ഞാനിവിടെ ഈ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ജീവിക്കുക തന്നെ ചെയ്യും. നിന്റെ ഒന്ന് അടിച്ചമർത്തലിൽ ഞാൻ വീണ് പോകില്ലടാ എന്നുള്ള ഒരു ഉണ്ടല്ലോ, ആ ഒരു കത്തുന്ന പകയുടെ ശബ്ദം ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ടിനെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്ന് പറയാൻ കാരണം അത് തന്നെയാണ്. ഇനി ബാക്കി നോക്കുകയാണെങ്കിൽ: ഇനിയും കാലമില്ല, കാത്തിരിക്കാനാകുകയില്ല, പുറത്തു പോകുവാൻ ക്ഷമയൊരിത്തിരി ബാക്കിയില്ല, എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത്, നീ തരാൻ മടിച്ച് ഞങ്ങളേറെ കൊതിച്ച്, അതിനായി എത്ര പേർ മരിച്ച് കണ്ട് നീ ചിരിച്ച്, അല്ല നാളെ ഇല്ല വേടനില്ല, കഥ പറയുകയില്ല, കാടുകെട്ടവന്റെ നാട്ടിൽ ചോറുകെട്ടവൻ മരിക്കും, കൂറുകെട്ടവൻ ഭരിച്ചാൽ ഊരുകെട്ടവൻ മുടിക്കും, പേരുകെട്ട പാമരങ്ങൾ പോരടിക്കുവാൻ വിളിക്കും, പെറ്റു നോവെടുത്ത തള്ള പള്ളയിൽ കനന്നിറക്കും, കൊടികളെത്ര പാറി കോട്ടകൊത്തളങ്ങളിൽ, അടിയാൻ കണ്ടതില്ല ഭാവി തന്റെ മക്കളിൽ, മാണ്ടുപോയി നീ കറുത്ത പൊർക്കിടങ്ങളിൽ, അടിമക്കേതിടം ചരിത്ര പുസ്തകങ്ങളിൽ. അവിടെയും ലാസ്റ്റ് അവസാനിക്കുന്ന വരിക്ക് കത്തുന്ന തീയുണ്ട്. അടിമയായി തീർന്ന മനുഷ്യന് ഒരിടവും ചരിത്ര പുസ്തകങ്ങളിൽ ഇല്ല. നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളല്ലാതെ നമ്മൾ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നോക്കൂ, അടിമകൾക്ക് ഏതെങ്കിലും ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ടോ ചരിത്രത്തിൽ? ഇല്ല, ഒരിടത്തും ഇല്ല. ഇപ്പൊ വലിയൊരു സംഭവമായിട്ട് പിരമിഡൊക്കെ ഉയർന്നു നിൽക്കുന്നുണ്ടല്ലോ, ആ പിരമിഡൊക്കെ ഉണ്ടാക്കിയെടുത്തത് അടിമകളാണ്, ജയിലിൽ അടക്കപ്പെട്ട അടിമകളാണെന്ന് പറയപ്പെടുന്നു. അപ്പൊ ആ അടിമകളുടെ പേര് എവിടെയെങ്കിലും കൊത്തിവെച്ചിട്ടുണ്ട്? ഇല്ല. അപ്പൊ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ ദുഃഖം അനുഭവിച്ച് മരിച്ച മനുഷ്യരുടെ ഒക്കെ ഉണ്ടല്ലോ ആത്മാവ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ അവർ കണ്ണീരൊഴുക്കുന്നുണ്ടാകും. എത്ര കോടാനുകോടി മനുഷ്യര് ദുഃഖിച്ച് നരകയാതന അനുഭവിച്ച് ഈ വലിയ പ്രമാണിമാരുടെ ചവിട്ടേറ്റും അവരുടെ കുത്തിനുള്ള പിടുത്തത്തിലൊക്കെ വീണ് പോയിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്, കുഞ്ഞുങ്ങളടക്കം. അതൊക്കെ ചെകയാനായിട്ടുള്ള സംഭവ വികാസങ്ങളൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാടുണ്ടാവാം, അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചെകഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവാം. പക്ഷെ അതിന് പിന്നാലൊന്നും ആരും പോകുന്നില്ല, ആരും അറിഞ്ഞിട്ടില്ല. ആ കഥകളൊക്കെ കഥകൾ പോലെയൊക്കെ കിടപ്പുണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ വലിയ സിനിമാ കഥകളിലൊക്കെ കാണുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കറിയൂ. പക്ഷെ നമ്മൾ അറിയാത്ത പല ഇങ്ങനെ
അവ്യക്തമായിട്ടുള്ള ചരിത്രങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നുറുങ്ങിപ്പോയിട്ടുണ്ടാവും, ഒടിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ചരിത്ര പുസ്തകങ്ങളിലും അടിമകൾക്ക് ഒരു ലേബലും ഇല്ല. അതാണ് ഇവിടെ ചുരുക്കി എഴുതി ചേർത്തിരിക്കുന്നത്. അത്ര മനോഹരമായിട്ടാണ് ആ വരികൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇനി ബാക്കി വരികളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, കപടദേശവാദി നാട്ടിൽ മതജാതി വ്യാധി, തലവനില്ലാതെ ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി, വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി. വാക്കെടുത്തവൻ ആരാണ്? വാക്കെടുത്തവൻ ഒരാളാണ്, ദേശദ്രോഹി തീവ്രവാദി. എഴുതിയ വരിയിലധികം പകുതിയും ഞാനേറ്റ ചതി, കനലൊരു തരിമതി, ഒരു തരി കനലാണെങ്കിൽ ആ കനലിന്റെ ആ വെട്ടം, ആ ശോഭ, ആ തിളക്കം മതി ഇവിടെ ഒരു സൂര്യനായിട്ട് പടർന്നു കയറാൻ. അത്രയേറെ കത്തുന്ന വരികൾ, അത്രയേറെ പൊള്ളുന്ന കൂരമ്പുകളായിട്ട് മാറുന്ന വരികൾ. ഈ വരികൾ എഴുതിയ വേടനെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും വേടൻ ഇവിടെ ഇല്ലാതാകുന്നില്ല. അത് മനസ്സിലാക്കൂ. വേടൻ ഇവിടെ അറ്റുപോകുന്നില്ല. വേടൻ എന്ന ആ വൃക്ഷത്തിന്റെ വേരുകൾ ഉണങ്ങുന്നില്ല, ഇലകൾ കൊഴിയുന്നില്ല, അതിന്റെ ശിഖിരങ്ങൾ മുറിവേറ്റ് താഴേക്ക് പതിക്കുന്നില്ല. അത് മനസ്സിലാക്കൂ. അത് മനസ്സിലാക്കി നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരാനിരിക്കുന്ന എന്താ പറയാ, ആക്രമണ വർത്താനങ്ങളൊന്ന് കുറയ്ക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേടന്റെ വാക്കുകളിലും വരികളിലും ഒക്കെ ആ ഒരു കത്തുന്ന തീയുണ്ട്. ആ തീ ഇങ്ങനെ പടർന്ന് കേരളമാകെ പടർന്ന് കേരളത്തിനെ കത്തിച്ച് ചാമ്പലാക്കി ഇല്ലാതാക്കി കളയുന്നല്ല, അത് ഇങ്ങനെ പടർന്ന് എല്ലാവരിലേക്കും, എല്ലാവരുടെ മനസ്സിനെ കീഴടക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയേറെ സൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരു ആൽബമാണ് വോയിസ് ഓഫ് വോയിസ്ലെസ്. വേടന്റെ മനോഹരമായിട്ടുള്ള ആൽബം 2020 ഈ ആൽബം പുറത്തിറങ്ങുന്നത്. അന്നാണ് വേടന്റെ വരികൾ ഇങ്ങനെ എല്ലാവരും കേട്ടു തുടങ്ങുന്നത്. വേടൻ ഇത് യൂട്യൂബിൽ ഇത് ഇങ്ങനെ വന്ന് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് കണ്ടെങ്കിലും അന്നൊന്നും അധികം പേര് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഈ പാട്ടിനെ. പക്ഷെ ഇപ്പൊ വേടൻ കൂടുതലും ഷോകളൊക്കെ ചെയ്യുമ്പോൾ ഈ പാട്ടിനെ കൂടുതലും പേര് സ്വീകരിക്കുകയാണ്. അത്രയും പേര് ആത്മാർത്ഥമായി വേടനോട് പറയുന്നു, നിങ്ങൾ മികച്ചൊരു കവിയാണെന്ന് പറയുന്നു. അത് വേടനെ സന്തോഷിപ്പിക്കുന്നു, വേടനെ സ്നേഹിക്കുന്നവരെ സന്തോഷിപ്പിക്കുന്നു. ഇനിയും മികച്ച പാട്ടുകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഊരാളി എന്ന് പറഞ്ഞ ബാൻഡ് സംഘമുണ്ട്, ഊരാളി. അവരിതുപോലെ ഗായക സംഘമാണ്. അവര് വേടന് പാടാൻ ഒരു അവസരം കൊടുത്തു. ആ അവസരത്തിലും വേടൻ ഈ പാട്ട് പാടി. അന്നും ഇതൊന്നും ആരും അധികം ശ്രദ്ധിച്ചിരുന്നില്ല, ആരും അധികം കേട്ടിരുന്നില്ല എന്നാണ് എൻ്റെ തോന്നൽ കേട്ടോ. എൻ്റെ തോന്നൽ മാത്രമായിരിക്കാം ചിലപ്പോൾ. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഹിറ്റായി മാറി. വേടൻ ഇപ്പൊ എന്ത് പാട്ട് പാടിയാലും ഹിറ്റായി മാറുകയാണ്. പക്ഷെ ഇങ്ങനെ പാട്ടുകൾ പാടുമ്പോൾ ഒക്കെ ചില ആളുകൾ ഇപ്പോഴും വിമർശിക്കുന്നുണ്ട് വേടനെ. ഈ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് അന്ന തരത്തിലാണ് വേടൻ പാടുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല. വേടൻ അത്രയേറെ തൻ്റെ വരികൾക്ക് കൃത്യത പുലർത്തിക്കൊണ്ട്, ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് നേരിനെ നേരായിട്ട് പറയാനായിട്ട് വേടൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വരികളിലും വാക്കുകളിലും ഒക്കെ ആ നേരുണ്ട്, നേരിന്റെ ഒരു വെളിച്ചമുണ്ട്, ശക്തിയുണ്ട്, കരുത്തുണ്ട്. അപ്പൊ ഇതാണ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദം. കേട്ടിട്ട് അഭിപ്രായങ്ങൾ എഴുതും.